അറിയില്ല നീ. ആ വെട്ട് വെട്ട് കളിക്കടോ. SI ആണോ? മിലിറ്ററി അച്ചായനായിരുന്നോ? ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ SI വരുന്നത് കേട്ടു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനായിരിക്കും. ആസ്മാൻ കെ നീച്ചെ പോലീസ് കാ നാം സുനത്തോ. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാ മോട്ട വിലകളൊക്കെ വേണല്ലോ. കളിക്കാം. ഈ പോസ്റ്റ് ഓഫീസ് ഇത് ചായക്കട. മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. ഓ ഡാക്ടർ അല്ലേ, അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീരം കണ്ടത് വീട്ടിൽ നിന്ന് മാരി ചെയ്തിരിക്കുന്നു. ഓ മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ് ഒരു 2 കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാസ്റ്റർ കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കാൻ വിരോധമില്ലല്ലോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അന്തരായി വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരന്മാരായിരിക്കും അല്ലേ? ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ജയ് ജവാൻ ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ. അച്ചായോ വേണ്ട വേണ്ട, ഒരു തമാശ പറഞ്ഞല്ലേ. സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ. വളരെ സന്തോഷം. വെറും സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തെരേസന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16ാം അടിയന്തരം, അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മോനെ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മോനെ, കുവൈറ്റിലേക്ക് എണ്ണ കേട്ടല്ലേ കേട്ടാ. മാസ്റ്റർ അച്ചായോ, എന്തുവാടാ? നമ്മുടെ ജോർജ് കുട്ടിയെ പുതിയ SI പൊക്കി. എടാ പരനാറി, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എങ്ങനെ പ്രതീക്ഷിക്കാൻ, അതും ഈ വേഷത്തില്. കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്ന നീ. ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കൂടാ നീ? ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോകും. അതിനുവേണ്ടി ചില പാർട്ടീസ് ഉണ്ട്. നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? അധികാലമൊന്നും ആയില്ല. പക്ഷെ ഇതെന്റെ 9ാമത്തെ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി? പറയാം. ഇംഗ്ലീഷ് പത്രം. ഇംഗ്ലീഷ് പത്രം? ഇവിടെ ആർക്കാ ഇംഗ്ലീഷ് പത്രം? ഈ സാർ പറഞ്ഞു ഇന്നോട്ടിടാൻ. ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ പറയും. എന്നാ കൊണ്ടുപോ. എന്നാ സാറേ ഇത്? ആളെ കളിയാക്കുവാണോ? കൊണ്ടുപോടാ. അവന്റെ ഒരു ഷാറ്. നീ ഇംഗ്ലീഷ് പത്രം വരുത്താത്ത കുഴപ്പമേ ഉള്ളൂ. ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ. ആ ചക്രത്തിന് ഗതിയില്ലാത്തവനൊക്കെ ഇംഗ്ലീഷേ വായിക്കൂ. എന്തോ അപ്പച്ചൻ പറയുന്നേ? ഹേയ്, എന്നോട് പുള്ളിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നു. എന്റെ ഭാഗ്യം അല്ല ലിസേ? എന്താ സുധ? ഒന്ന് എളുപ്പം വന്നേ, നമ്മുടെ അച്ഛനെ SI പൊക്കി. ഈ പൗലോസ് എഴുതിയിരിക്കുന്നുണ്ടാ? ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ്
വേറെ ഒന്നും തോന്നൂലേ ഒറ്റ നോട്ടത്തില്? ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചിലപ്പം പോലീസിന് തോന്നും. അല്ലേ? അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. ദേ, എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യമല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം പിന്നെ തന്നെയാണ്. എന്താണോ തന്റെ ഉദ്ദേശം? സാർ ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ദ് തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ആ ഉദ്ദേശം നടക്കൂല. ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലുമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. മതി മതി, മതി, തമാശ അധികം വേണ്ട. വേണ്ട. ആ വാ ഇരിക്ക്. ആ, തന്റെ അടുത്തൊരു ശുപാർശയായിട്ട് വന്നതാ. എന്താണ്? ഈ മിലിറ്ററി അച്ചായൻ ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ. പാവടാ, നിറക്കി പാവാ. വിട്ടത്. ആ, താൻ ആ വണ്ടിയുടെ പേര് മാറ്റേ, ഓ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്. ഓ. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടിൽ കാണരുത്. ആ ചെല്ല്, മേരെ ഗാഡി ഉൾട്ടാ കറക്കെ നിർത്തോ. നിർത്തി സാർ. ഞാനിത് ഓൾട്രേഷൻ ചെയ്ത് ഒരു സൈക്കിൾ റിക്ഷയോ മറ്റൊരു വാഹനം ആക്കിക്കോളാം സാർ. ആ മതി, ചെല്ല്. ഓ, പിന്നെ ഇനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു 2 പാക്കറ്റ്. പോ ചായ. പോട്ടെ സാർ. പിന്നെ ആ പറ. അച്ചായനത് കണ്ടോ? കാലത്ത് 8:30 വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ 2-3 ചായയും 2 കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ദൂരെന്നാണ് തോന്നുന്നു. ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടനാ. ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആന്റോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുതെന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, ആ. എന്റെ അമ്മച്ചി ചീരം കണ്ടെത്തിയാ ആഹാ. ഇട്ടിച്ചന്റെ ഊത്തത്. ആ. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ഓ. ലവ് മാരേജ്. ആ, ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ. അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അയ്യോ. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. ഉം. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഉം. ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ആ. ദേ ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചു തന്നതാ. ആഹാ. ദേ ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത്. ആ. എന്റെ വീതം ഇങ്ങ് തരുന്നോ? അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഓറേണ്ട വല്ല അവസരം വന്ന് ആയെന്ന് പൂറിയേക്കണം. എന്റെ അമ്മച്ചിയുടെ അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക. അതെ, പിച്ചാത്തിയായിട്ടോ? പിച്ചാത്തി കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം ഇങ്ങ് തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മയെ അന്ന് എന്റെ കൈ കിട്ടിയിരുന്നെ കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്. ഇറങ്ങി പോടാ. പോയി നിന്റെ തന്തയുണ്ടല്ലോ, അവനെയൊക്കെ പറഞ്ഞുവിട്, കൊടുത്തു വിടാം. ദേ, ചത്തു എന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ഇവിടെ ചേറ്റപ്പട്ടി കത്തി കേടാ. ഈ കത്തി കുട്ടപ്പന്റെയാ. കുട്ടപ്പൻ തിരികെ ചോദിച്ചാ ഇറങ്ങി പോടാ. ഞാൻ പോകല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതി എന്നാ കുട്ടപ്പൻ പറഞ്ഞത്. കുറ്റപ്പൻ ഇറങ്ങി വിടാ വലിയവനെ. താനെന്തിനാ പിടിക്കുന്നേ? കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ. പോടാ പോടാ. നോക്കിക്കോ ഇത് ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? ഇനി ജോർജ് കുട്ടിയുടെ പരിപാടി എന്താ? ബാംഗ്ലൂരിലെ ജോലി. അത് ജോയിൻ ചെയ്യേണ്ട ദിവസം കഴിഞ്ഞില്ലേ, ആ കാര്യം നമുക്കിനി മറക്കാം. ഇട്ടിച്ചിന്റെ പോക്ക് അത്ര ശരിയല്ല. എങ്ങനെയെങ്കിലും ഈ കെണിയിൽ രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി ഒരു പോക്കുണ്ടെങ്കിൽ അത് അവളുടെ കൈയും പിടിച്ചോണ്ടായിരിക്കും. പോലീസേട്ടാ, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരുമായിട്ടൊന്ന് മുട്ടാൻ പോവാ. ബാക്കി ഞാൻ വിശദമായിട്ട് പറയാം. ഇട്ടിച്ചിനോട് അന്നൊരുസാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, കാട്ടിപ്പറന്ന കുഞ്ഞുമാണി. ഇന്ന് പൈലയുടെ സ്ഥാനത്ത് അന്ന് പാപ്പച്ചനായിരുന്നു. ചന്തമുക്കല് ജനം നോക്കി നിൽക്കല്ലേ പാപ്പച്ചൻ കുഞ്ഞുമാണിയുടെ കൈ വെട്ടിയത്. അതോടെ കുഞ്ഞുമാണി ഒതുങ്ങി. അല്ല, ഈ ഇട്ടിച്ചൻ ആള് ജഗജില്ലാന്ന് ഞാൻ പറയുന്നു.
എന്ത് കാര്യത്തിനും ഞങ്ങൾ ജോർജ് കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം ചീരങ്കണ്ടത്തിൽ എത്തിച്ച് കൊടുക്കൈ. പട്ടി കൊറേ കാലേ നിന്നെ നോട്ടോട്ട് വെച്ചിരിക്കുക. നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോടാ. പോടാ പോടാ. പച്ചപ്പള്ളിയിലെ ജോർജ് കുട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു പട്ടിയും പട്ടിയുടെ തന്തയും ജനിച്ചിട്ടില്ലടാ. കഴിവുള്ള മോനെ. ഓടാ അതിന്റെ മോനെ. അയ്യോ പട്ടി രണ്ടു കാലം നിൽക്കുന്നു. അയ്യോ പൈലി. ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും. എന്താടാ വേളം? നീ ഓടാ. പട്ടി പോയില്ലേ ഇത്? പൈലി നീ കള്ളനാ. ഞാനേ കള്ളന് കഞ്ഞി വെച്ചവനാ. നല്ല പൊടിയരി കഞ്ഞി ഉണ്ടാക്കി നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ തള്ളിത്തരും കുട്ടാ. ജോർജുട്ടി, എന്തോ ജോർജ് കുട്ടിന്ന് ആര്? നിന്റെ അപ്പം തൊട്ടിലി കിടത്തിയിട്ട പേര് വിളിയടാ സാറേന്ന്. സാറേന്ന് വിളിയടാ. അതൊരു രസമുള്ള കാര്യല്ലേ കൂട്ടോ. എന്നതാ മൂക്കറ്റ കുടിച്ചു വന്ന് പോക്കറ്റാ കാണിക്കുന്നേ? അയ്യോ അപ്പൊ സോറി, ഞാൻ കണ്ടില്ല ഷോ. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മാനസിക പ്രയാസത്തിന്റെ പുറത്ത് അറിയാതെ ശകലം കഴിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. ആരാ? എന്നെ വിട്. എന്നെ പിടിക്കണ്ട. പിടിക്കണ്ട. ആലീസേ, പിടിച്ചോണ്ട് പോയി. വെറുതെ എന്നെ കൈ ചെയ്തേക്കാതെ. ആലീസേ, ഞാനൊരു തെറ്റ് ചെയ്തു. ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനോട് ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ തെറ്റുകാരനാ. എനിക്ക് നിന്റെ അപ്പനോട് മാപ്പി ചോദിക്കണം. അപ്പൊ സോറി. നീ പിടിച്ചോണ്ട് പോകാനല്ലേ പറഞ്ഞു? എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്നതാ കാഴ്ച കാണാൻ നിൽക്കുന്നേ? ഞാൻ ഇത്തിരി ഫിറ്റാ. അതുകൊണ്ട് ഇപ്പൊ എന്നാ കുഴപ്പം? ഞാനേ ചീരങ്കണ്ടത്തി വലിയ മുതലാളി ഇട്ടിയച്ചന്റെ മരുമോനാ. കുടിക്കുമ്പോ എനിക്ക് എന്നെ സ്റ്റാൻഡേർഡ് നോക്കണം. എന്നെ വിടുമോളെ. എനിക്കൊന്നുമില്ല. നേരെ നീ പിടിച്ചാ ഞാൻ വീഴും. വേണ്ട. അതെന്നാ കഴിക്കുന്നില്ലേ? കൊണ്ടാ എന്നെ മരുമോനെ കൊണ്ടറി. എന്നാൽ എങ്ങനെ തോന്നിയല്ലോ. വിടേ. ഇത്രയും നാളില്ലാത്ത ഈ സ്വഭാവം ഇപ്പൊ തുടങ്ങാൻ എന്നാ ഉണ്ട്? വന്ന് കിടക്ക്. ചിരിക്കുന്നു. പിന്നെ ചിരിക്കാതെ. എടി കെട്ടിയോളെ, നിന്നാണ് സത്യം. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നിന്റെ അപ്പൻ സാക്ഷാൽ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ. നോക്കി താഴെ ഒച്ചയും ബഹളം വല്ലതും ഉണ്ടോന്ന്. നിന്റെ അപ്പൻ പൂച്ചല് വരെ നിർത്തി. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം, നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം. ഇനിയും വീരം കണ്ടത്ത് പോയി വീരം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കേറാന്ന് പറഞ്ഞാ ഞാനില്ല. എന്നെ ഇട്ടേക്ക്. കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കൂ? എടാ, നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബ്ബിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസരം നിനക്ക് ആഗ്രഹില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. അതുണ്ടോ? പക്ഷെ ഇട്ടിച്ച ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട. വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ ഐലിയുടെ കാര്യം ഒന്ന് നോക്കിക്കോളുകയും വേണം. അപ്പൊ സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. അവിടെ ഇരുന്നാ. അയ്യോ ഗ്ലാസ് പൊട്ടി പൊട്ടി. ഓ 10 രൂപന്റെ ചില്ലല്ലേ പോട്ടെ. എന്നതാ ഇത്? എന്നതാണെന്നേ? ഏതാണ്ട് എന്ത് കുരിശാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. നിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലേ കാണാൻ പാടില്ല. മോനെ, എന്താ അമ്മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ. അവൻ വായിച്ചു തരുമെന്നേ. ഏ? അവൻ വായിച്ചു തരും. എന്താ ഇത്? എന്നതാന്ന് ഒന്ന് നോക്കിയേ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. മിസ്റ്റർ ടിയച്ചൻ,
This notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutti, wife of Mathukutti, Cheerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defraud her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client, including the legal charges of this notice. ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീൽ ആരാണെന്ന് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, എന്നാടാ വാസുദേവ മേനോൻ ഉഗ്രം വക്കീലല്ലേ? നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പം മൊയലി എത്തുന്ന വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും. ആ ഇത് ചക്കയും മോയിലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്തോ. ഈശോ, ഇയാളെപ്പോ വന്നു ചോദിച്ച കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നോലെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി. ഓടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു. എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ, ബലപ്രയോഗം നടത്തുന്നേ, എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ. സാറേ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്നാ നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? വളരെ ഉപകാരം സാർ. ആ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? ഓടാ. മതിയോ? ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ SI ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയിരുന്ന വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ല. വർഗീസ് സാറിനെ ആൻഡോയുടെ അടുത്ത് വെച്ചിട്ട് എന്തായി? ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അലിസേ, നിന്റെ അപ്പച്ചനോട് പറ വാസുദേവൻ വക്കീലിന് എനിക്ക് പരിചയമുണ്ടെന്ന്. ഒന്ന് വിളിച്ചു ചോദിച്ചു. ഒന്ന് ചോദിച്ചടി. അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയേ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ പറ്റാൻ വേണ്ടി വരും. ഏതവനായാലും വിളിക്കാൻ പറയടി. ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ. മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മച്ചി ഇത്തിരി ജീരവെള്ളം എടുത്തേ. ആ നീ എന്താ ഒന്നും കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ. കഴിയാം. അപ്പച്ചാ ആ ചിക്കൻ്റെ 2 പീസ് എടുത്ത് കൊടുത്തേ.
അവധി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് കുട്ടിയോട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണമെന്ന്. അതെ അതെ. അപ്പച്ച അച്ചാറൊന്നെടുത്തേ. അയ്യോ അവിടെയല്ലേ ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ. ഏയ് അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ? വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ് ഞങ്ങളെ കേസിന്റെ കാര്യം പറയാ. അതെ അതെ. അപ്പച്ച പ്രകാശിന് ചപ്പാത്തി എന്താന്ന് വെച്ചാൽ കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഏതിനുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തും. അയ്യോ ആർക്കും ഓപ്പറേഷൻ? അയ്യോ ഇവനെ പോട്ടെ ചായ, ഞാൻ- പോട്ടെ. കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ആദ്യം ഏത് ലവ് മാരേജ്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റോയ്ക്ക് കാശൊരു പ്രശ്നമല്ല. പിന്നെ നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയുള്ള ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെര പണി. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോവാ ഞാനും. നല്ല കാര്യമല്ലേ അല്ലേ മിലിട്ടറി? ഓ ഷുവർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയറ്റ് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്. ലീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നും ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് കിഴക്കോട്ട് മാറിയാ. അളിയൻ അവളുടെ വീതം എടുത്തോ, എനിക്ക് കാശായിട്ട് മതി. ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ചാ? അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച. ആ മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ വേല എഴുതി വെച്ചതല്ല ഇവിടെ തന്നെ ഉണ്ട്. ഞാനിടത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നോ എന്ന് വിളിക്കുന്നേ? ചുമ്മാ അല്ല, വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നായാലും അത് വേണ്ടേ? ദീനാമേ, അതാ വിളിക്കുന്നു. പോയിട്ട് വരട്ടെ.